വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫെർട്ടിലിറ്റി ടോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? എല്ലാവർക്കും എന്നും ഹാപ്പി ആയി തന്നെ ഇരിക്കാൻ സാധിക്കട്ടെ കേട്ടോ. പ്രഗ്നൻസി നിങ്ങളിൽ പോസിറ്റീവായി കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരോടും പറയേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും എൻ്റേതായിട്ടുള്ള അഭിപ്രായവുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അഭിപ്രായത്തിനോട് വിയോജിപ്പോ അല്ലെങ്കിൽ അനുകൂലമായോ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ജനറേഷനിൽ നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു കാർഡിൻ്റെ ഇമേജ് എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയാസ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതും പോരാത്തതിന് നമ്മളുടെ ഫാമിലി റിലേറ്റീവ്സിനെ കൂടെ അന്ന് തന്നെ നിങ്ങൾ ഫോൺ ചെയ്ത് വിളിച്ചറിയിക്കുകയാണ്, ഇങ്ങനെ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് തികച്ചും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടത്തിനെയും അതുപോലെ ഓരോരുത്തരുടെയും ഫാമിലിയെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ദോഷവശം കൂടെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. കാരണം നിങ്ങൾ പറഞ്ഞ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞ എല്ലാവരോടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ട് വരുന്നു. അല്ലെങ്കിൽ ഈ ഒരു കാര്യം അവരറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അത് നിങ്ങളിൽ ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനിടയുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം എല്ലാവരോടും പറയാം, പക്ഷേ അതിനൊരു സമയമുണ്ട്. നിങ്ങൾ കാർഡ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനോട്, അതായത് ഹസ്ബൻഡിൻ്റെ പേരൻസിനോടും അതുപോലെ വൈഫിൻ്റെ പേരൻസിനോടും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങളൊരു റിലേറ്റീവ്സിനോട് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് വേണം പറയാൻ. നിങ്ങൾ ഈ ഒരു കാർഡിൽ നിങ്ങൾക്ക് പോസിറ്റീവായി എന്ന് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു വൈദ്യസഹായം തേടുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഡോക്ടറോട് തന്നെ ചോദിക്കുക, എനിക്കിതിപ്പോൾ എല്ലാവരോടും പറയാമോ എന്നുള്ളത്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സൈക്കിളിൽ നിൽക്കുന്ന കുറച്ച് ആളുകളോട് മാത്രം ഈ ഒരു കാര്യം പറയുക, ബാക്കിയുള്ളവരോട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് ചില ഡോക്ടേഴ്സ് പറയാറുണ്ട്. അതുപോലെ തന്നെ ചില ഹോസ്പിറ്റൽസിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരെടുക്കുന്ന ആ ഒരു ചീട്ടുണ്ടല്ലോ, ആ ഒരു ചീട്ടിലും അവർ കൃത്യമായിട്ട് എഴുതി വെക്കാറുണ്ട്, ഈ ഒരു പ്രഗ്നൻസി നിങ്ങളിൽ പോസിറ്റീവായി കഴിഞ്ഞാൽ 7 ആഴ്ചകൾക്ക് ശേഷം മാത്രം റിലേറ്റീവ്സിനെ അറിയിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ അതിലും രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള ഡോക്ടേഴ്സ് എല്ലാം കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുന്ന ഡോക്ടേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം മറ്റൊരാളോട് പറയുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആയി എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു കാർഡ് ടെസ്റ്റിലൂടെ കണ്ടു, നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും നിങ്ങൾ പോസിറ്റീവാണ് കാണിക്കുന്നത്. എന്നാൽ ഇത് ട്യൂബിൽ പ്രഗ്നൻസി ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഗ്നൻസി ആണോ എന്ന് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ കുറച്ച് ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് സെർവിക്സിലുള്ള സ്കാനിങ്ങിലൂടെ മാത്രമാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു വൈദ്യസഹായം തേടിയതിന് ശേഷം മാത്രം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ റിലേറ്റീവ്സിനോട് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഇതിലൊരു അബോർഷൻ പോലുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ റിലേറ്റീവ്സിനോടെല്ലാം നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത് സ്വാഭാവികമാണ്. അത് നിങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. കൂടുതലും സ്ത്രീകൾക്കാണ് ഈ ഒരു കാര്യം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഞാനും ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ വേദനയും വിഷമവും എന്താണെന്നുള്ളത് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിക്കുക. കുട്ടിക്ക് നിങ്ങളിൽ ഇതിനൊരു വളർച്ചയെത്തി നിങ്ങളുടെ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കണ്ടു തുടങ്ങിയതിന് ശേഷം നിങ്ങൾ
നിങ്ങളുടെ റിലേറ്റീവ്സിനോടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയുന്നതായിരിക്കും എന്തുകൊണ്ടും ഉത്തമം. അത് നിങ്ങളുടെ പേരൻസിനോടും പറഞ്ഞ് മനസ്സിലാക്കുക. ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നാൾ കൂടെ കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയുന്നതാണ് നല്ലത് എന്നുള്ളത് പറയാം. എന്നാൽ നമുക്കിത് തീർത്തും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇതെല്ലാം ഓരോരുത്തരുടെ ഫാമിലിയിലെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ അബോർഷൻ ചെയ്യേണ്ട. ഇപ്പോൾ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതൊരു ട്യൂബൽ പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് അബോർഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ എല്ലാവരിലേക്കും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഇതിലൂടെ ഞാൻ ആരെയും വ്യക്തിഹത്യ ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.